ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മൺട്രോത്തുരുത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ നാൾ കൊണ്ടുള്ള ഒരാഗ്രഹമാണ് ഇവിടെ വരണം എന്നുള്ളത്. അപ്പോൾ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ വീഡിയോയും ഫോട്ടോയൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ പറയും എന്നെ കൂടി ഇവിടെ ഒന്ന് കൊണ്ടുപോയിട്ടാ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ സാമ്പ്രാണിക്കൊടിയിൽ പോകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അപ്പോൾ നമ്മൾ വൈകിട്ടാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്ന് ചേട്ടന് ജോലിക്ക് പോകണമായിരുന്നു. പോയിട്ട് വന്നപ്പോഴാണ് നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ശരിക്കും ഇങ്ങോട്ടാണ് വരുന്നതെന്നുള്ള കാര്യം ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്താറായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ബോർഡൊക്കെ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് മൺട്രോത്തുരത്തിലേക്കാണ് പോകണമെന്നുള്ള കാര്യം കേട്ടോ. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ. സിംഗിൾ കയാക്കിംഗ് ഉണ്ട്, 2 പേർക്കുള്ള ഉണ്ട്. ഇവിടെ എല്ലാം വെള്ളം കിടക്കുന്നു. വേലിയേറ്റം പേടിയാന്നോ? നാട്ടിത് കണ്ടോ? വെള്ളം കിടക്കുന്ന കണ്ടോ? ഇത് കണ്ടോ നീ? നമുക്ക് നേരെ ഒരു ആരാ വേണ്ട ഇപ്പൊ ചാടിയാണ് ഇവള് വെള്ളത്തിൽ. ഇത് കണ്ടോ? വള്ളത്തിലോ? എനിക്ക് ഭയങ്കര ഇതാണല്ലോടി. ഇവള് വള്ളത്തിൽ കയറിയിട്ടുണ്ടോ? നമ്മള് കാട്ടിയമ്പലത്തോ എങ്ങോട്ട്? വള്ളത്തിൽ കയറിയോ? വാ ഇവിടെ ഇവിടെ എല്ലാം കടല് കിടക്കും. എന്തടി എന്താണ് നമുക്ക് മേടിക്കാതില്ല. അപ്പൊ ഇത് കടയാണ്. ഈ വള്ളത്തിൽ കയറി പോയാലോ? ഉണ്ടെന്ന് എല്ലാവർക്കും തരാം. അവൻ സന്തോഷമായിരുന്നു. പൈസയൊക്കെയായിരുന്നു വള്ളത്തിൽ കയറണേ. വള്ളത്തിൽ കയറണം. ഐശികേ ഡി ഐശികേ ഇഷ്ടായോ? പൈസക്കായിരുന്നു ബഹളം. വള്ളത്തിൽ കയറണേ വള്ളത്തിൽ കയറണേ.
എന്നാ ഊരി കൈ വെച്ചോ, ഊരി കൈ വെച്ചോ, പിടിച്ചോ. അത് വെള്ളത്തിൽ വീഴാന്ന് ഇതിനകത്ത് പിടിച്ചോണം കേട്ടോ. മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്ക്. അപ്പോൾ ഈ വെള്ളത്തിൽ കയറിയാലോ എന്ന് വെറുതെ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ കയറി. അപ്പോൾ നമ്മുടെ കൂടെ കുറേ പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ വള്ളത്തിൽ. വേറെ ആളുകളാണ് നമ്മുടെ കൂടെ വന്ന എല്ലാവർ പുനലൂരിൽ നിന്ന് എന്തോ വന്നതാണ് കേട്ടോ. അപ്പോൾ അവർ കയറിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു വരുന്നോന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളും കൂടി കയറി ആ വെള്ളത്തിൽ. അപ്പോൾ എങ്ങനെയായാലും 1 മണിക്കൂർ പോകുന്നതിന് 500 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ ഷെയർ ഇട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ 250 രൂപ അവരും 250 രൂപ ഞങ്ങളും ആകുമ്പം ഓക്കെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വള്ളത്തിൽ കയറുന്നത്. അപ്പോൾ 1 മണിക്കൂർ പോകുന്നതിന് 500 രൂപയാണ് കേട്ടോ. അപ്പോൾ 500 വെച്ചിട്ട് കൂടുതലല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ഇവർ വിളിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി. അപ്പോൾ ഇതൊരു വിശാലമായ കായലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ കുറേ കുഞ്ഞു കുഞ്ഞു തുരുത്തുകളുണ്ട് കേട്ടോ. അപ്പം നമ്മളെ അവിടെയൊക്കെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ തുരുത്തിലൊക്കെ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകളാണ്. അപ്പോൾ ആ കാടുകൾ, അപ്പോൾ അതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ചില സിനിമയ്ക്കകത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കായൽ കൂടി ഇങ്ങനെ ബോട്ടിനകത്തൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പോവുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. അതുപോലുള്ള സീനൊക്കെയാണ് കേട്ടോ അവിടെ കാണാനുള്ളത്. മാത്രമല്ല നമ്മൾ വൈകിട്ട് പോയതുകൊണ്ട് നല്ല വെയിലൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയമായിരുന്നു. അപ്പം നമ്മൾ തിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് നല്ല ലൈറ്റാണ് കേട്ടോ. സൂര്യൻ്റെ നല്ല ലൈറ്റാണ്. ഒരു 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 ഓറഞ്ച് ഷെയ്ഡൊക്കെയുള്ള നല്ല അടിപൊളി ലൈറ്റാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വള്ളത്തിൽ കൂടെ പോകുന്ന സ്ഥലത്തൊന്നും വലിയ താഴ്ചയില്ല കേട്ടോ. ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന അത്രയും താഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ വള്ളത്തിലാണ് ഇവിടെ പോകുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റേ സാമ്പ്രാണിക്കൊടിയിൽ പോയിട്ട് അവിടെ ഇറങ്ങി നിൽക്കില്ലേ, അപ്പോൾ അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മളിങ്ങനെ ഫുള്ള് വള്ളത്തിനകത്ത് ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് എവിടെയോ ഒരു സ്ഥലത്ത് കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പോൾ അവിടെ മാത്രം നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് നേരമൊന്നും നിൽക്കാൻ പറ്റത്തില്ല. ഇവർ 1 മണിക്കൂറല്ലേ നമുക്ക് പറയുന്നുള്ളൂ. അപ്പം ഇത് ഏകദേശം കായലിൻ്റെ നടുക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ലേറ്റാവും. അതുകൊണ്ട് നമ്മളെ ഒരുപാട് നേരമൊന്നും ഇറക്കത്തില്ല. ഒരു 2 മിനിറ്റോളം അവിടെ ഇറക്കി നിർത്തും. എന്നിട്ട് തിരിച്ച് നമ്മളെ വള്ളത്തിൽ കയറ്റി അവർ തിരിച്ച് കൊണ്ടുവരും കേട്ടോ. അതുപോലെ തന്നെ കായലിങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നെങ്കിലും നമ്മൾ പറയുന്ന സ്ഥലത്തൊന്നും അവർ കൊണ്ടുപോകത്തില്ല കേട്ടോ. അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത്ര സ്ഥലങ്ങളിൽ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മളെ കൊണ്ടുപോകുള്ളൂ. ഇനി അല്ലാണ്ട് പോകണമെങ്കിൽ പൈസയൊക്കെ കൊടുത്താൽ ചിലപ്പോൾ കൊണ്ടുപോയിരിക്കും, അതെനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ഈ 1 മണിക്കൂറത്തെ റേറ്റ് പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് മാത്രമേ കൊണ്ടുപോകുള്ളൂ. പിന്നെ താഴ്ച കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല എന്നാണ് ആ മാമൻ പറഞ്ഞത് കേട്ടോ. പെണ്ണിനെ വിളിക്കട്ടെ. ഹലോ ഹലോ പിടിക്കല്ലേ നമ്മളിപ്പോൾ കണ്ടൽക്കാടിനകത്ത് കൊണ്ടിട്ട് നമ്മളെ കണ്ടൽക്കാടിനകത്ത് കൊണ്ട് കയറ്റി.
ഇങ്ങ വാടി ഈ വൈശ വാടിയടാ കൊച്ചിന്റെ മുമ്പേ ഒന്ന് നിന്നോടി അമ്മച്ചി വലുതായിട്ട് അമ്മച്ചി വെളുപ്പ് മണിക്കൂറിന് 300. ഒരു മണിക്കൂർ വെള്ളത്തിന്റെ സെന്ററിൽ കിടക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യും? അവർ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും കയറ്റത്തൊന്നുമില്ല. ഒരെണ്ണം ഉള്ളത് കൊടനെ കൊടുത്തില്ല എല്ലാവർക്കും വേണ്ടി നമുക്ക് കൊച്ചിരിക്കണം. വൈശു ഇവിടെ കയറിയിരുന്നേ അതിനകത്ത് ഇവക്ക് കയറണ്ടാത്ത സ്ഥലം കുറവാന്നില്ല. അയ്യോ വേണ്ട വേണ്ട മരം മോളെ ഇവിടെ പോലീസ് ഏട്ടാ ഇവിടെ പിടിച്ചെടുത്തേട്ടാ. ഞാൻ പൈസ കൊടുക്കണ്ടായിരുന്നു. കളച്ചമീനെ കുറച്ച് മതിയായിരുന്നു. എന്നിട്ടിപ്പോ തിരിച്ചിട്ട് വലിയ പൊട്ടനല്ലയോ? ടെസ്റ്റ് ഒക്കെ ഉണ്ടോ? വേണ്ട, ഇത് ടെസ്റ്റ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. എത്ര വർഷം കൂടി വർഷത്തിലൊരിക്കൽ മാർച്ച്. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. അല്ല നിനക്ക് തലയിൽ എന്തൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. പേടിച്ചിട്ടല്ല. അല്ലല്ല അത് വലയ്ക്ക് പോന്നെ. മോളെന്തായാലും പറയും. നമ്മൾ മൺപുറത്തെടുക്കുന്നു. പാലം കിടന്ന് ഒരു കാർ കിടക്കുന്നു. ബസ് ബസ്സല്ല കാറല്ലേ എക്സ്പ്രസോ? നീ തുപ്പുന്ന ഞങ്ങളെ വെച്ചാ വീഴുന്നേ. അപ്പുറത്തുനിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നേ വണ്ടികള്. പോയിട്ട് പോകാനാ ഇതൊക്കെ പോകുന്നത്. അപ്പൊ പിന്നെ അന്നം പറഞ്ഞ കലങ്ങിന്റെ അടിക്കടി നിങ്ങൾ സമാനം പറഞ്ഞേ. നിങ്ങളെന്തെങ്കിലും
എവിടാ പ്ലേസ് എവിടാ? ആ, ഞങ്ങളെ പുനലൂര്. ആ, പുനലൂർ. ആ, ഓക്കേ. ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കണ്ട. ഇവക്കായിരുന്നു വള്ളത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹം. എനിക്ക് അങ്ങോട്ടേക്ക് ഇതിനകത്ത് എനിക്ക് അതിനകത്തൊന്നും കയറ്റത്തില്ല. അയ്യോ, നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ അല്ലായിരുന്നു ചന്ദ്രൻ. ഇപ്പൊ ഇവിടെ ആയി. സൂര്യൻ ഇല്ലടെ. അതില് അവിടെ നീങ്ങിയത് പോലും ഞാൻ അറിഞ്ഞില്ല. നിനക്ക് റിസൾട്ട് വന്നായിരുന്നു? അന്ന് ഊതിക്കൊണ്ടിരുന്ന ഇവിടെ ആഴം കുറവാണെന്നല്ലോ. വല്ല മീനൊക്കെ കിട്ടുമോ? കരിമീനാ? എല്ലാ മീനും ഉണ്ട്. നിങ്ങള് മീനൊക്കെ പിടിക്കുമോ? ഇല്ല ഞാൻ കാപ്പണി സൈഡിൽ നിന്ന് കടത്തിട്ടാ പോരെ? വൈകിട്ടോ മീൻ കിട്ടുമെന്നോ? അതേപ്പറ്റി അറിയത്തില്ല. വൈകിട്ടത് ഉച്ചവരെ കിട്ടും, 12 മണി വരെ കിട്ടും. പിന്നെ അണ്ണാ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടെ പോണോ? അണ്ണാ, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടെ പോണോ? ഇടയിൽ കൂടെ പോയോ കേട്ടോ? ഗ്യാപ്പ്. ലോറിയുടെ ബസ്സിന്റെ ഇടയിൽ കൂടെ സായിപ്പൊക്കെ അവിടെ കിടക്കുന്നുള്ളൂ. ഏട്ടാ പിടിച്ചോളൂ ഏട്ടാ പറഞ്ഞേ. ആ രണ്ടിന്റെ ഇടയിൽ കൂടെ നീ എന്നെ പിടിക്കണ്ട, നീ നേരെ പോവാ. അതോ ഇവിടെ തിരിയോ? ഞാൻ വീഴും. ഇതിന്റെ അകത്തൂടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇതിലെവിടെ ഗ്യാപ്പ് എടുത്ത് നിനക്കെല്ലാം ഇത്രയും കണ്ട് കാണണം നിർത്തും. അവിടെ നിന്നൊക്കെ വെള്ളം വരും. വണ്ടി വരുന്നു. ആ ചുമ്മാലടാ തോണ്ട ആൾക്കാർ ഇറങ്ങിക്കടാ. കല്യാണം അതുകൊണ്ട് ആൾക്കാരോട് നിക്കണം. വെള്ളത്തിറങ്ങാൻ സമയമായി. ഇറങ്ങി ഇറങ്ങത്തില്ല കേട്ടോ. ഇവിടെ റൈറ്റ് പിടിയണം. ഡ്രൈവറല്ലേ? അപ്പോൾ ഈ വള്ളം പോയിക്കൊണ്ടിരിക്കുന്ന വെറും പതുക്കെയാണ് കേട്ടോ. അതാ ഞാൻ ആ ഒരു ഫീല് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ 2x സ്പീഡിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന്. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരൊക്കെ വള്ളം എടുത്തിട്ട് ആദ്യം ഈ ഒരു സ്ഥലത്തോട്ട് വരും, എന്നിട്ടാണ് നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് ആളുകളൊക്കെ പോകുന്ന കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കയാക്കിങ്ങിന് പോകണമെങ്കിൽ 1 മണിക്കൂറിന് 300 രൂപയാണ് കേട്ടോ. 2 പേര് പോകത്തില്ലേ. അപ്പോൾ അതിന് കയറണമെങ്കിൽ 300 രൂപ കൊടുക്കണം 1 മണിക്കൂറിന്. അത് പക്ഷേ നമ്മൾ ഈ വള്ളത്തിൽ പോകുന്നത് പോലെ അല്ല കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് തുഴയണം അതിനകത്ത് പോവുകയാണെങ്കിൽ. അതുപോലെ ഈ വള്ളക്കാരന്മാരുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂടെ വന്ന ആളുകൾ. അപ്പോൾ ഞങ്ങളങ്ങനെ വലുതായിട്ട് കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ ഇവർ കുറേ കാര്യങ്ങളിങ്ങനെ എന്തൊക്കെയാണെന്നിങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം ലൈസൻസിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ വള്ളം ഓടിക്കുന്നതിന് ലൈസൻസ് വേണം, അതുപോലെ ഇതിന് RC ബുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വർഷാവർഷം ഇതിന് ടെസ്റ്റിന് കയറ്റി നമ്മുടെ റോഡിൽ കൂടി ബസ് ഓടുന്നത് പോലെ തന്നെയാണ് അവിടെ കായലിൽ വള്ളവും പോകുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ആ ഒരു സേഫ്റ്റി എല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് ഈ കായലിൽ കൂടി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് ആ മാമൻ പറഞ്ഞു തന്നത് കേട്ടോ. അതുപോലെ ഇവിടെ മീൻ കിട്ടും, ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും ഇവിടുന്ന് പിടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ
അപ്പം ബാക്കി എല്ലാവർക്കും പിടിക്കാൻ പറ്റുമായിരിക്കും. അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ വന്നിട്ട് മീൻ പിടിക്കും. അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും ഇവിടെ കിട്ടുമെന്നാണ് മാം പറഞ്ഞത് കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ കായലിൽ നിന്ന് കിട്ടുന്ന മീനുണ്ട്, കരിമീൻ പോലെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള മീനുകളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മീനുകളൊക്കെ കിട്ടുമെന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വള്ളം തുഴയുന്നവരൊന്നും മീൻ പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അവർക്ക് അവരുടെ ജോലിയല്ലേ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവർ വള്ളം തുഴയും. പിന്നെ ബാക്കിയുള്ള ആളുകൾ പുറത്തുനിന്നൊക്കെ വരുന്നവരൊക്കെ വന്ന് മീൻ പിടിക്കും കേട്ടോ. അത് പൊട്ടത്തൊന്നുമില്ല. നമ്മളിനി ഇവിടുന്ന് തിരിച്ചു പോവുക. ഇങ്ങോട്ട് പോന്നേ ഈ പെണ്ണെ ഇവിടെ വന്നില്ലേടി. അയ്യോ നമ്മൾ ഇട്ടില്ല ഇത്. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോവല്ല, നമ്മൾ കയറി എടുത്തോട്ട് പോകുന്നു. നിങ്ങൾ വരുമ്പോഴേ നമ്മുടെ കല്ലുന്താഴം ഇല്ലയോ, ബൈപ്പാസൊക്കെ കയറി നമ്മൾ കുണ്ട്രൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിട്ട് കല്ലുന്താഴത്ത് നിന്ന് ബൈപ്പാസിൽ കയറണം. കയറി കടവൂരൊക്കെ കഴിഞ്ഞിട്ടേ അവിടെ അറിയണ്ട, സമ്മതിക്കൂടി അറിയാം. ഞങ്ങൾ അങ്ങോട്ട് ഓടി ചെല്ലത്തില്ല, ഇങ്ങോട്ട് ഓട്ടയാണ് ഓടി. അവിടെ 5 മണി വരെ പെയിന്റ് പോയി. കാണിക്കണേ. ഏതൊക്കെ വഴിയുണ്ടായി. അപ്പോൾ
മിക്കവാറും എല്ലാവരും ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യാറ്. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോയില്ല, ഞങ്ങൾ നേരെ വിട്ടടിച്ച് പോകണം. ഞങ്ങൾ പറഞ്ഞത് ആ പാലമില്ലേ, അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി പോകണമെന്നാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞത്. ഞങ്ങളെല്ലാവരും പറഞ്ഞു കേട്ടോ അതിൻ്റെ അടിയിൽ കൂടി പോകാൻ പറ്റുക. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇങ്ങനെ വന്നപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ അതിൻ്റെ അടിയിൽ കൂടി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ അതിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അണ്ണൻ പറ സാധനം കൊട്ടക്കകത്ത് കിടക്കുവായിരുന്നു. എല്ലാത്തിനും പാട്ടുണ്ട്, ഇതിനകത്ത് മാത്രം പാട്ടില്ല. എന്നാൽ ഇനി വരുമ്പോൾ പാട്ട് വെക്കണം. ഞങ്ങൾ അടുത്ത 2 ആഴ്ച പോയി പാട്ടൊക്കെ വെക്കണം. ലൈറ്റ് ഒക്കെ ഇട്ട് പോകണം. അമ്മരങ്ങനെ തലകി കമ്പെടുത്ത് അടിച്ച് ഇപ്പോൾ ഇവിടെ ടൂറിസം നിബന്ധനകളുണ്ട്. ഇവിടെ കണ്ട് മറിഞ്ഞായിരുന്നില്ലേ? ഇവിടെ പറഞ്ഞില്ല. ഒത്തിരി ആളുകളായി നോക്കിയേ. നിയമം വരുമ്പോൾ എല്ലാം മാറി. നമ്മള് നേരത്തെ ഇറങ്ങിയപ്പോൾ ഇത്രയും ആളില്ലായിരുന്നു. തറ തട്ടാ ശ്രദ്ധിക്കണം. കൈ കാലൊന്നും വെളിയിൽ വയ്ക്കരുത്. അയ്യോ തലയിട്ട് കുഞ്ഞിരടി അല്ലോ ചാടി ആളെപ്പുറത്ത് വരുമ്പോഴത്തേക്ക് എന്തായാലും കൊള്ളായിരുന്നു ഇല്ലേ? മറ്റേ ലൈറ്റ് എടുത്ത് എന്ത് ചെയ്യണ അതുകൊണ്ട് ആ ലൈറ്റാണ് ഇങ്ങോട്ട് മാറ്. കൈയെടുത്തൊന്നില്ലേ എങ്ങനെ വന്നാലും ജോലി ഓരോരുത്തരോരുത്തരും കുറവും. പോട്ടെ. അപ്പോൾ ഇവിടെ 6:30 വരെ ഉള്ളൂ കേട്ടോ സമയം. അപ്പം നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് നമ്മളെ ഇറക്കി വിട്ടു, അല്ലെങ്കിൽ കുറച്ചു ദൂരം കൂടി പോകാമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ പൊക്കോ, എത്ര ദൂരം വേണമെങ്കിലും പൊക്കോ, പൈസയുടെ കാര്യമൊന്നും നോക്കണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ സമയം 6:30 വരെ അനുവദിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് പറഞ്ഞു പറ്റത്തില്ല, ഇനി ഒരു ദിവസം വരുവാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പം 500 രൂപയാണ് പറഞ്ഞതെങ്കിലും അവർ 4 പേരും കൂടി 500 രൂപ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളുടെ പൈസ ഞങ്ങൾ മറ്റേ പുള്ളിക്കാരന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ട, ആ ചേട്ടൻ തന്നെ കൊടുത്തരേ, നമ്മുടെ തുഴഞ്ഞുകൊണ്ടിരുന്നില്ലേ, അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ തന്നെ കൊടുത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെന്തായാലും ആ പുള്ളിക്കാരന് കൊടുത്തു കേട്ടോ. അപ്പം നഷ്ടമാണ്, എന്നാലും കുഴപ്പമില്ല, ഇത്രയും ദൂരമൊക്കെ പോയതല്ലേ, കുറേ സമയം എടുത്തില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെച്ച് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു. പിന്നെ ഇവിടെ വെളിയിൽ വന്നിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ കുറേ പട്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഒരു മാമ ഇങ്ങനെ വന്നപ്പോഴേ എല്ലാവരും കൂടി ആ മാമൻ്റെ ചുറ്റും വന്നു. അപ്പോൾ എന്നും വരുന്നതാണെന്ന് തോന്നുന്നു. ആ മാമൻ ഒരു കവർ ബിസ്ക്കറ്റുമായിട്ട് വന്നിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരാൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ലാസ്റ്റാണ് പുള്ളിക്കാരൻ ഓടി വന്നത് കേട്ടോ. പക്ഷേ അയാൾക്ക് കിട്ടിയില്ല. പട്ടി ബാക്കൊന്ന് കാണിച്ചു കേട്ടോ. 5 പിന്നെ ഞങ്ങൾ അവിടെ ഫുള്ള് കറങ്ങി കണ്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ പോയി കാണുക എന്ന് പറയത്തില്ലേ, അപ്പോൾ അതുപോലെ ഒരു സൈഡിൽ ഫുള്ള് പോയി. അപ്പം പിന്നെ അങ്ങോട്ട് റോഡില്ല.
പിന്നെ കായലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചിട്ട് ഞങ്ങൾ വേറെ കുറേ സ്ഥലത്തൊക്കെ പോയി. അപ്പോൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് അപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ട് ഇതിനകത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിപ്പോൾ കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഇവിടെ എല്ലാം കാണാൻ വേണ്ടി കറങ്ങാൻ വേണ്ടി വന്നേ. അവിടെ നോക്കുന്നു പോയി പോണോ? എന്തായാലും ഇവിടം വരെ വന്നില്ലേ, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കാണാതെ വന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കാണാൻ പോകട്ടോ. നമ്മളിതിൻ്റെ അങ്ങേറ്റം ഇങ്ങേറ്റം എല്ലാം കയറി കണ്ട് മൺട്രോത്തുരുത്തിൻ്റെ ഒരു സൈഡ് വരെ പോയിട്ട് വരും. ഇനി അടുത്ത സൈഡ് കാണാൻ വന്നേ. ഇവിടെ കയറുന്നതിന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. ഓ, ട്രെയിൻ വരുന്നത്. വേണ്ട, ഇവിടെ നിർത്തുവാണത്. ഇല്ലടി, നമ്മൾ ചുമ്മാ ട്രെയിൻ കാണാൻ വന്നേല്ലേ. വേണ്ട വേണ്ടടാ, ഇവിടുന്ന് അങ്ങ് വരെ ഉണ്ടല്ലേ. ട്രെയിനിൽ നിന്നൊക്കെ ചാടി ഇറങ്ങുന്നുണ്ട്. ട്രെയിന് ടാറ്റ പറയുന്നു വഴി. ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നു. അനന്തശയനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണു, പക്ഷെ ഭയങ്കര വെട്ടോ. ശ്രീ അനന്തശയന മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ ഇങ്ങനെ ഉള്ളതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പൊറോട്ടയും ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാടൊന്നും കഴിക്കില്ല, ശകലം വീതം. എന്നാലും അത് കഴിച്ചില്ലെങ്കിലുള്ളൊരു ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇതുപോലെ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കും. അപ്പോൾ എന്നൊന്നും കഴിക്കുന്നില്ല, ഇതുപോലെ പോകുമ്പോൾ മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇനി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ.